വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി കൂടി എത്തിയതോടെ പ്രചാരണം സജീവം. രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെത്തിയില്ലെങ്കിലും പ്രാദേശിക തലത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്താണ് UDFന്റെ പ്രചാരണം. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ LDF സ്ഥാനാർത്ഥി 7 നിയമസഭാ മണ്ഡലങ്ങളിലും ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി. ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാക്കൾ നേർക്കുനേർ മാറ്റുരയ്ക്കുന്ന വേദിയായി മാറുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം. ഒരു ഭാഗത്ത് സിറ്റിംഗ് MP രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടുന്നു. മറുഭാഗത്ത് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ. രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവർ. കേരളത്തിൽ ഇന്ത്യ മുന്നണി സമവാക്യങ്ങൾ അപ്രസക്തമെന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ കഴിഞ്ഞ വർഷമുണ്ടായ അതേ തരംഗം കേരളത്തിൽ ആവർത്തിക്കുമെന്നും കണക്കുകൂട്ടുന്നു UDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കൽപ്പറ്റയിൽ നടന്ന നേതൃയോഗത്തിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ നേരിട്ടെത്തി. അസംബ്ലി കൺവെൻഷനുകൾ 16 മുതൽ 19 വരെ നടക്കും. രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ വയനാട് ഒരുങ്ങിയെന്ന് നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് കിക്ക് സ്റ്റാർട്ട് നൽകിക്കൊണ്ട് ഇന്നലെ 7 അസംബ്ലി സെഗ്മെൻറ്റിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള UDF ലീഡേഴ്സ് മീറ്റ് ഇന്നലെ കൽപ്പറ്റയിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ നേരിട്ട് വരികയും ആ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥിത്വം ആനിരാജയിലേക്ക് എത്തിയതിന്റെ ഊർജം ഇടതുമുന്നണിക്ക് വയനാട്ടിലുണ്ട്. ആനിരാജ നേതൃത്വം നൽകിയ ബഹുജന പ്രക്ഷോഭങ്ങളടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം. ഇതിനകം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആനിരാജ ഒരു റൗണ്ട് പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 16 ജില്ലയിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തും. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും നടക്കുന്ന LDF പൊതുയോഗങ്ങളിൽ പിണറായി പങ്കെടുക്കും. ഇതോടെ ഇടതുമുന്നണിയുടെ ഔപചാരിക പ്രചാരണ പരിപാടികൾക്കും തുടക്കമാകും. 24 വയനാട്.